നിങ്ങൾക്ക് സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ടെന്ന് കരുതുക. എല്ലാ ദിവസവും നിങ്ങൾ വസ്ത്രങ്ങൾ വിൽക്കുകയും വിതരണക്കാർക്ക് പണം നൽകുകയും ഇടപാടുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ വർഷാവസാനം നിങ്ങളുടെ കണക്ക് പുസ്തകം ചെക്ക് ചെയ്യാൻ ഒരു ഓഡിറ്റർ വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? അക്കൗണ്ടിങ്ങും ഓഡിറ്റിംഗും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇനി നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം. സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനും തരംതിരിക്കുന്നതിനും കൺക്ലൂഷനുമുള്ള ഒരു പ്രക്രിയയാണ് അക്കൗണ്ടിംഗ്. കൃത്യതയും വിശ്വസ്തതയും ഉറപ്പാക്കാൻ ആ രേഖകൾ പരിശോധിക്കുന്ന പ്രക്രിയയാണ് ഓഡിറ്റിംഗ്. ഇത് എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയതെന്ന് നമുക്ക് നോക്കാം. വരുമാനം, ചിലവുകൾ, ലാഭം എന്നിവ ട്രാക്ക് ചെയ്യാൻ അക്കൗണ്ടിംഗ് നിങ്ങളെ സഹായിക്കുന്നു. സാമ്പത്തിക രേഖകൾ കൃത്യവും വിശ്വസനീയവുമാണെന്ന് ഓഡിറ്റിംഗ് ഉറപ്പാക്കുന്നു. ഇനി നമുക്ക് ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ബിസിനസ്സുകൾ, ബാങ്കുകൾ, വ്യക്തിഗത ധനകാര്യം എന്നിവയിലെല്ലാം രണ്ടും വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ക്ലോത്ത് ഷോപ്പ് ഉടമയാണെന്ന് കരുതുക. നിങ്ങൾ ദിവസവും വിൽപ്പന ചിലവുകളും ലാഭവും രേഖപ്പെടുത്തുന്നു. അതാണ് അക്കൗണ്ടിംഗ്. വർഷാവസാനം നിങ്ങളുടെ ഈ രേഖകൾ കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ ഒരു ഓഡിറ്റർ നിങ്ങളുടെ രേഖകൾ പരിശോധിക്കുന്നു. അതാണ് ഓഡിറ്റിംഗ്. ഇനി എങ്ങനെ ഇത് ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് നോക്കാം. ഓഡിറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ദിവസവും കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക. അക്കൗണ്ടിംഗ് രേഖകൾ ഉറപ്പാക്കുന്നതിന് ദിവസവും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പതിവായി സൂക്ഷിക്കുക. ഇൻവോയ്സുകൾ, ബില്ലുകൾ, നികുതി രേഖകൾ എന്നിവ സംഘടിപ്പിച്ചുകൊണ്ട് ഓഡിറ്റിംഗിന് തയ്യാറാകുക. ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കാൻ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുക. അക്കൗണ്ടിംഗ് നിങ്ങളുടെ ബിസിനസിന്റെ ഫ്യൂച്ചറിനെ ട്രാക്ക് ചെയ്യുന്നു. അതേസമയം ഓഡിറ്റിംഗ് ഇതെല്ലാം കൃത്യമാണോ എന്ന് ഉറപ്പാക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല, ബി ദ ബോസ്.